ബഹുമാനപ്പെട്ട EMS മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ വൈസ് ചാൻസലർ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, അന്നത്തെ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എറണാകുളം വരെയുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സമയം ചോദിച്ചപ്പോൾ EMS മുഖ്യമന്ത്രി പറയുകയാണ്, വൈസ് ചാൻസലർ എന്നെ കാണാൻ ഓഫീസിൽ വരണ്ട, ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി അങ്ങയുടെ ഓഫീസിൽ വരാം. അത്ര ബഹുമാനമാണ് വൈസ് ചാൻസലർമാർക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ RSS എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് അത് എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. RSSൻ്റെ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗവർണർ സാങ്കേതികമായാണ് ഗവർണർ ഇതിൻ്റെ ചാൻസലർ എന്ന് പറയുന്നത്. ചാൻസലർ, പ്രോ ചാൻസലർ, വൈസ് ചാൻസലർ എന്നുള്ള നിലയിലാണല്ലോ പോകുന്നത്. ഭരണരംഗത്ത് ദൈനംദിന കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു അധികാരവും ചാൻസലർക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാനും യോഗം ചേരുവാനും തീരുമാനം എടുക്കാനുള്ള അധികാരമൊന്നും ഇല്ല. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആൾക്കാർ എതിർക്കുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവിനെ വിളിച്ച് കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്.